ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. കരിപ്പൂരിൽ നിന്ന് വലിയ വിമാന സർവീസ് പുനരാരംഭിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. സർവീസ് ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് MDC പ്രതിനിധികൾ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉന്നത അധികൃതർക്ക് നിവേദനം നൽകി. 5 വർഷങ്ങൾക്ക് മുൻപ് കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാനാപകടം നടന്നതിനെ തുടർന്നാണ് കോഡ് ഈ വിമാനങ്ങൾ ഇവിടെ സർവീസ് നിർത്തിയത്. ഇത്തരം വലിയ വിമാനങ്ങൾ സർവീസ് നടത്താത്തത് മലബാറിലേക്കുള്ള യാത്രക്കാരെയും കാർഗോ കയറ്റുമതിയെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് MDC പ്രസിഡന്റ് ഷെവലിയാർ C. ചാക്കുണ്ണി പറഞ്ഞു. എത്രയും വേഗം വലിയ വിമാന സർവീസ് കരിപ്പൂരിൽ നിന്നും ആരംഭിക്കാൻ നിരന്തര പരിശ്രമത്തിലാണ് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. എത്രയും വേഗം കോഴിക്കോട് നിന്ന് കോഴി വിമാന സർവീസ് ആരംഭിക്കാൻ കേരള സർക്കാരും കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും കേരള സഹമന്ത്രിമാരും എല്ലാവരും ഒറ്റക്കെട്ടായി കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തണമെന്നും അതോടൊപ്പം തന്നെ യാത്രക്കാരുടെ മാത്രമല്ല, മലബാറിലെ യാത്രക്കാരുടെ മാത്രമല്ല, ഹാജിമാരുടെയും കാർഗോ കയറ്റുമതിക്കാരുടെയും ഇറക്കുമതിക്കാരുടെയും ചികിത്സയ്ക്ക് വരുന്നവർക്ക് പോലും മലബാറിലേക്ക് എത്തണമെങ്കിൽ മറ്റു വിമാനത്താവളം ആശ്രയിക്കേണ്ട അവസ്ഥയാണിത്. കണ്ണൂർ വിമാനത്താവളം കോളിംഗ് ഓഫ് പോയിന്റ് പദവി കൊടുത്തിട്ടില്ല. ഈ കാര്യങ്ങളെ നേടിവെക്കുന്നതിന് എല്ലാവരും ഒറ്റക്കെട്ട് പ്രവർത്തിക്കണമെന്നാണ് മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ പ്രതിനിധി എന്ന എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. എയർപോർട്ട് ഉപദേശക സമിതി അംഗം കൂടിയായ C. ചാക്കുണ്ണി, MDC വൈസ് പ്രസിഡന്റ് A. ശിവശങ്കരൻ എന്നിവർ ചേർന്ന് ഇതു സംബന്ധിച്ച നിവേദനം പ്രധാനമന്ത്രി, വ്യോമയാന മന്ത്രി, DGCA ചെയർമാൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നിവർക്ക് നൽകി. പ്രമുഖ വിമാന കമ്പനികളുമായി നടത്തിയ ചർച്ചയിൽ വലിയ വിമാനങ്ങൾ സർവീസ് നടത്താൻ സന്നദ്ധത പ്രകടിപ്പിച്ചതായും പ്രസിഡന്റ് C. ചാക്കുണ്ണി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിക്കുന്നു. നിർമ്മാണ